പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ പത്രവാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. മിന്നൽ വേഗത്തിൽ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളുടെയും ലീഡ് ഇന്നലെ റിപ്പോർട്ടർ TV ആദ്യം ബ്രേക്ക് ചെയ്ത വാർത്ത തന്നെയാണ് PV അൻവർ അറസ്റ്റിൽ എന്ന വാർത്ത. ആദിവാസി യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധം, PV അൻവർ അറസ്റ്റിൽ എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. ഫോറസ്റ്റ് ഓഫീസിൽ അതിക്രമമെന്ന കേസ് ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പുകൾ. PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആശ്ലേഷിക്കുന്ന പ്രവർത്തകരുടെ ചിത്രമടക്കമാണ് മലയാള മനോരമ ആദ്യ പേജിൽ PV അൻവറിന്റെ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം മണി എന്ന കരുളായി വനത്തിലെ ഉൾവനത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവിന്റെ ചിത്രവും മലയാള മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. കാട്ടാന ആക്രമണത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ സമരം നടത്തിയ PV അൻവർ MLA അറസ്റ്റിൽ. ഇന്നലെ രാത്രി 9:35 ഒതായിയിലെ വീട്ടിൽ നിലമ്പൂർ DYSP R ബാലചന്ദ്രന്റെ നേതൃത്വത്തിലെത്തിയ വൻ പോലീസ് സംഘമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി റേഞ്ചിൽ പടുക്ക സ്റ്റേഷൻ പരിധിയിലെ കണ്ണിക്കൈ വനത്തിൽ 4 രാത്രി 7:30 പൂച്ചപ്പാറ മണി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 37 വയസ്സായിരുന്നു. സംഭവത്തിൽ വനം വകുപ്പ് ഗുരുതര അനാസ്ഥ കാട്ടിയെന്നാരോപിച്ച് അൻവറിന്റെ പാർട്ടിയായ DMK-യുടെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. വിവരം അറിയിച്ചിട്ടും വനം വകുപ്പ് വാഹനങ്ങളൊന്നും സംഭവസ്ഥലത്തേക്ക് പോയില്ലെന്നും മണിയെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. MLA നേതൃത്വം നൽകിയ പ്രതിഷേധത്തിനിടെ DMK പ്രവർത്തകരിൽ ചിലർ ഫോറസ്റ്റ് ഓഫീസിനുള്ളിൽ കയറി കസേരയും മറ്റും നശിപ്പിച്ചിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കേസ്. ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവരെ തടഞ്ഞു. ഒപ്പം ഈ നോർത്ത് DFO ഓഫീസ് നിലമ്പൂർ അടിച്ചു തകർത്തു, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ്, ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് PV അൻവറിനെതിരെ ഉയർത്തിയത്. ആ ആരോപണങ്ങൾ അത് ചാർജ് ഷീറ്റിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മുൻകൂർ ജാമ്യത്തിന് PV അൻവർ ശ്രമിക്കാതിരിക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. വനംവകുപ്പ് ഓഫീസ് ആക്രമണം, PV അൻവർ അറസ്റ്റിൽ. പോലീസ് നടപടി, രാത്രി MLA-യുടെ വീട് വളഞ്ഞ് എന്നതാണ് മാതൃഭൂമി കൊടുക്കുന്ന തലക്കെട്ട്. പോലീസിന്റെ കൂട്ടിൽ എന്നാണ്. അറിയാമല്ലോ, പലപ്പോഴും നിലമ്പൂരിൽ PV അൻവറിനെ വിശേഷിപ്പിക്കുന്നത് നിലമ്പൂരിലെ കടുവ അല്ലെങ്കിൽ നിലമ്പൂരിലെ പുലി എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും PV അൻവറിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിശേഷിപ്പിച്ച് കണ്ടിരിക്കുന്നത്. പോലീസിന്റെ കൂട്ടിൽ എന്നാണ് മാതൃഭൂമി ഇട്ടിരിക്കുന്ന തലക്കെട്ട്. PV അൻവർ MLA നിലമ്പൂർ ഒതായിയിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ചിത്രമടക്കമാണ് മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. PV അൻവർ അറസ്റ്റിൽ, പോലീസ് നടപടി, രാത്രി MLA-യുടെ വീട് വളഞ്ഞ്. നിലമ്പൂർ വനം നോർത്ത് DFO ഓഫീസ് ആക്രമിച്ച കേസിൽ PV അൻവർ MLA അറസ്റ്റിൽ. ഞായറാഴ്ച രാത്രി 9:30 എടവണ്ണ ഒതായിയിലെ വീട് വളഞ്ഞാണ് MLA-യെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു ഒതായിയിലെ നിലമ്പൂരിലെ വീട്ടിൽ. ഒപ്പം DYSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുന്നു. അറസ്റ്റിന് വഴങ്ങുമോ എന്ന് ചോദിക്കുന്നു. അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറാണ്. താനൊരു നിയമസഭാ സാമാജികനാണ്, നിയമം അനുശാസിക്കും, നിയമം പാലിക്കും എന്ന് പറയുന്നു. അതിനുശേഷം റിപ്പോർട്ടർ TVക്ക് ഒരു 20-25 മിനിറ്റിനോളം ദീർഘമായ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള അഭിമുഖം നൽകുന്നു. ആ അഭിമുഖത്തിലാണ് ഇത് പിന്നിൽ പിണറായിയും ശശിയുമാണ്, മാത്രവുമല്ല ഇതൊരു ഭരണകൂട ഭീകരതയാണ്, മോദി എന്താണോ കേന്ദ്രത്തിൽ ചെയ്യുന്നത് അതിവിടെ ചെയ്യുന്നു. ഒടുവിൽ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴും PV അൻവർ പറഞ്ഞത് ഭരണകൂട വർഗീയതയ്ക്കെതിരെ, ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് എൻ്റെ അറസ്റ്റ് എന്ന രീതിയിലാണ് PV അൻവർ ഈ അറസ്റ്റിനെ പ്രതിരോധിക്കുന്നത്. തൻ്റെ മണ്ഡലത്തിലെ ഒരു ആദിവാസി യുവാവിനെ കാട്ടാന കുത്തി ആക്രമിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് താൻ നടത്തിയ സമരത്തിനെതിരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു ഇമേജാണ് യഥാർത്ഥത്തിൽ PV അൻവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കോൺഗ്രസ് നേതാക്കളെ വിളിച്ചിരുന്നു. KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ഇന്നലത്തെ പ്രസ് റിലീസ് പുറത്തു വന്നിരുന്നു. ഈ അറസ്റ്റ് ദുരുദ്ദേശപരമാണ് എന്നാണ് KPCC പ്രസിഡന്റിന്റെ നിലപാട്. മാത്രവുമല്ല, KPCC പ്രസിഡന്റ് പറയുന്നത് ഇതിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ട്. രാത്രിയിൽ അസാധാരണമായ വിധം വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും P ശശിയും ആണ് ഈ അറസ്റ്റിന് പിന്നിൽ. 9 ദിവസത്തിനിടെ 6 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. ജനപ്രതിനിധിയായതുകൊണ്ട് ഞാൻ നിയമത്തെ അനുസരിക്കുന്നു, ഇല്ലെങ്കിൽ പിണറായിയുടെ അപ്പൻ്റെ അപ്പൻ വിചാരിച്ചാലും അറസ്റ്റ് ചെയ്യാനാവുമായിരുന്നില്ല. എൻ്റെ മണ്ഡലത്തിലെ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടാൽ ഞാൻ പ്രതികരിക്കണ്ടേ? ശനിയാഴ്ച വൈകിട്ടാണ് ആക്രമണമുണ്ടായത്. ഞായറാഴ്ച ഉച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം പോലും നടത്തിയില്ല എന്നാണ് PV അൻവർ MLA ഇന്നലെ നമ്മളോടൊക്കെ പറഞ്ഞത്. എന്തായാലും ആ വാർത്ത തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും. ദേശാഭിമാനി പക്ഷേ ആദ്യ പേജിൽ ആ വാർത്ത ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ടു, 5 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമിയിലുള്ളത് 6ാം വർഷം വെളിപാട്, വീഴ്ചയിൽ അതൃപ്തി, M സ്വരാജിന് മേൽനോട്ട ചുമതല, അഭിമന്യു വധക്കേസ് നിരീക്ഷിക്കാൻ CPIM എന്നാണ്.
അഭിമന്യു വധക്കേസ് നടത്തിപ്പിൽ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി വീഴ്ച വരുത്തിയതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി ഡിസംബറിൽ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പാർട്ടിയിൽ കേസിന്റെ മേൽനോട്ട ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ ഏൽപ്പിച്ചു. കൊച്ചി കല്ലൂരിലെ അഭിമന്യു സ്മാരക മന്ദിരം അർബൻ സഹകരണ ബാങ്കിന് വാടകയ്ക്ക് നൽകിയതിന് പുറമെയാണ് രക്തസാക്ഷിയുടെ കേസിലും ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ച. പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം ഉയർന്നതോടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു എന്നുകൂടി മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം മുന്നേറുകയാണ്. കണ്ണൂരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. തൃശ്ശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പമുണ്ടെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവബഹുലമായ ഒരു വാർത്താദിനത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. PV അൻവർ MLAക്ക് ഇതുവരെയും പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പിന്തുണ ആ അർത്ഥത്തിൽ പരസ്യമായി കിട്ടിയിരുന്നില്ല. ഇന്നൊരു പക്ഷേ PV അൻവറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ കോൺഗ്രസ് നേതാക്കൾ പരസ്യ പിന്തുണ അറിയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്നലെ തന്നെ KPCC പ്രസിഡന്റ് ഈ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ദുരുദ്ദേശത്തോടു കൂടിയാണ് അറസ്റ്റ് എന്നാണ് KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞതാവട്ടെ ഇതൊരു ഭരണകൂട ഭീകരതയാണ് എന്നാണ്. PV അൻവറിന് ഇതുവരെയും സാധിക്കാത്തത് ഒറ്റ അറസ്റ്റിലൂടെ പിണറായി പോലീസ് സാധിച്ചു കൊടുത്തു എന്ന മട്ടിലാണ് ഇപ്പോഴുള്ള നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കരുതലോടുകൂടിയായിരിക്കും. പക്ഷേയെങ്കിലും PV അൻവറിനോടൊപ്പം നിൽക്കാനായിരിക്കും സാധ്യത. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ പത്രവാർത്തയിലേക്ക് വളരെ വേഗം മടങ്ങുന്നു. മാതൃഭൂമിയിൽ ആശ്വാസകരമായ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത തന്നെയാണ്. ചൈനയിലെ വൈറസ് ബാധ ആശങ്ക വേണ്ടതില്ല എന്നാണ് പത്രം പറയുന്നത്. ചൈനയിൽ പടരുന്ന HMVPA ഹ്യൂമൻ ടൊമാറ്റോന്യൂമോ വൈറസ് ആശങ്കയോടെ കാണേണ്ടതില്ലെന്ന് ജനിതക മേഖലയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ വിനോദ് സ്കറിയ പറഞ്ഞു. HMPV പുതിയ വൈറസ് അല്ല. 2001 നെതർലൻഡ്സിൽ ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ ആദ്യമായി കണ്ടെത്തിയിരുന്നു. കുട്ടികളെയും പ്രായം ചെന്നവരെയും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരെയുമാണ് ഇത് കൂടുതലായി ബാധിക്കുകയെന്ന് CSIR ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ആശങ്ക വേണ്ടതില്ല. നമ്മളൊക്കെ അല്പം ഒരു ആശങ്കയിലായിരുന്നു. കൊറോണ വന്ന 5 വർഷത്തിന് ശേഷം വീണ്ടും എന്തുവാടേ വരാൻ പോകുന്നത് എന്നാണ് നമ്മളൊക്കെ ചോദിച്ചത്. പക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ ആശങ്ക വേണ്ടതില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനത്തിൽ ഞായറാഴ്ച 118 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 449 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ തൃശ്ശൂരും 448 പോയിന്റോടെ തൃശ്ശൂരും 446 പോയിന്റുമായി കോഴിക്കോടും ഒപ്പത്തിനൊപ്പമുണ്ട്. പാലക്കാട് 440 പോയിന്റുമായി 4ാം സ്ഥാനത്തുണ്ട്. കലോത്സവ കാലത്തെ ഞായർ ആഘോഷമാക്കി തലസ്ഥാനം വേദികളിൽ ഒഴുകി വന്നപ്പോൾ മത്സരാർത്ഥികൾക്ക് ആവേശമായി. ഒപ്പനയും മോഹിനിയാട്ടവും 1ാം വേദിയിൽ തിരയിളക്കം തീർത്തു. തിരുവാതിരയ്ക്കു പിന്നാലെ നാടോടി നൃത്തവുമായി 2ാം വേദിയും തരംഗമായി. 3ാം വേദിയെ നാടകപ്രേമികൾ സ്വന്തമാക്കി. നിശാഗന്ധിയിൽ പുതുക്കാഴ്ചയായി പണിയ നൃത്തം എന്നാണ് പത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കലോത്സവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകാൻ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തലസ്ഥാന നഗരിയിലുണ്ട്. ഒരു വൻ പട തന്നെ തലസ്ഥാന നഗരിയിൽ കലോത്സവത്തിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാർത്ത ഇനി നമുക്ക് ദേശാഭിമാനിയിലേക്ക് പോയാൽ, ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കോൺഗ്രസിൽ അടിമൂത്തു നേതാവാര് എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്ന വിവിധ സമുദായത്തിന്റെ പിന്തുണ എങ്ങനെയാണ് മറ്റു നേതാക്കൾ വിമർശിക്കുന്നത്. പഞ്ചായത്തിലും നിയമസഭയിലും ജയിക്കട്ടെ എന്നിട്ടല്ലേ എന്ന് K മുരളീധരൻ പറഞ്ഞത്. MM ഹസന്റെ സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ ഇന്നലെ വന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. എന്നാലും രമേശ് ചെന്നിത്തലയ്ക്ക് വിവിധ സമുദായ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും പ്രോത്സാഹനവും കോൺഗ്രസിലെ ചില നേതാക്കളെയെങ്കിലും അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതിനെ കോൺഗ്രസ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, 2026 ഭരണമാറ്റം ഉണ്ടാകും എന്ന നിലയിലാണ് ചർച്ച നടക്കുന്നത്. അത് കോൺഗ്രസിന് ഗുണകരമാണെന്ന് കോൺഗ്രസിന്റെ നേതൃത്വവും കരുതുന്നു. മറ്റൊരു ചിത്രം ദേശാഭിമാനിയുടെ ആദ്യ പേജിലുള്ളത് പിറന്നാൾ പൂക്കൾ എന്ന അടിക്കുറിപ്പോടുകൂടി ഹയർ സെക്കൻഡറി നാടക മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് HSS ടീം നടൻ ജഗതി ശ്രീകുമാറിന് പിറന്നാൾ ആശംസ നേരാൻ വീട്ടിലെത്തിയ ഒരു ചിത്രം കൂടി പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, നമ്മളുടെ ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു സിനിമാ സംഘം തയ്യാറെടുത്തു. അതിൻ്റെ മോഷൻ പോസ്റ്ററൊക്കെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. മറ്റൊരു വാർത്തയുള്ളത് ചന്ദ്രികയിലേക്ക് എത്തിയാൽ, ചന്ദ്രികയിൽ പ്രധാനപ്പെട്ട വാർത്ത PV അൻവർ MLA അറസ്റ്റിൽ എന്ന തലക്കെട്ടോടുകൂടി PV അൻവറിന്റെ അറസ്റ്റ് ചന്ദ്രിക പത്രം ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. കസ്റ്റഡിയിലെടുത്തത് രാത്രിയിൽ വീട് വളഞ്ഞ് ഭരണകൂട ഭീകരതയെന്ന അൻവർ, നടപടി DFO ഓഫീസ് തകർത്ത കേസിലാണ് എന്നാണ് ചന്ദ്രികയുടെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായിരിക്കാം ചന്ദ്രികയുടെ എഡിറ്റോറിയൽ എന്ന് നോക്കാം. ചന്ദ്രികയിൽ കൊലപാതകികൾക്ക് പൂമാല ഇടുമ്പോൾ എന്നുള്ളതാണ്. നേരത്തെ സുപ്രഭാതം പത്രവും വലിയ വിമർശനവുമായിട്ട് എത്തിയിരുന്നു. കൊലപാതകികൾക്ക് പൂമാല ഇടുമ്പോൾ
പെരിയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കൽത്തുറുങ്കിലടയ്ക്കപ്പെട്ടവരെ പൂമാലയിട്ട് യാത്രയയച്ച CPM കേരളത്തിന്റെ മനസാക്ഷിക്ക് നേരെ നിരന്തരം കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഇനി മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിലെയും പ്രധാനപ്പെട്ട ലീഡ് PV അൻവർ തന്നെയാണ്. PV അൻവർ അറസ്റ്റിൽ, DFO ഓഫീസ് അടിച്ചു തകർത്തു എന്ന വാർത്ത ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഒപ്പം ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ഞാൻ മനോരമയിൽ ആ വാർത്തയുടെ ഡീറ്റെയിൽ ആയിട്ട് അത് നൽകിയിട്ടുണ്ട്. 7ാം നിലയിൽ അവിടെ ഡെക്കിലൂടെയാണ് ഈ ഫാത്തിമത്ത് ഷഹാന എന്ന MBBS വിദ്യാർത്ഥിനി വീണ് മരിച്ചത്. ഹോസ്റ്റലിലെ ഡക്റ്റിന് മുകളിലെ ഒരു ജിപ്സം ബോർഡ്, അധികം ബലമൊന്നും താങ്ങാൻ പറ്റാത്തതാണ് ഈ ജിപ്സം ബോർഡ്. ആ ജിപ്സം ബോർഡ് ഈ ഡക്റ്റിന് മുകളിൽ വെച്ച് അടച്ചിരുന്നു. അത് കോൺക്രീറ്റ് ആണെന്ന് ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചോ എന്നറിയില്ല. എന്തായാലും ഈ കുട്ടി അതിന് മുകളിൽ ചവിട്ടുകയും അവിടെ നിന്ന് ഊർന്ന് താഴേക്ക് പോവുകയുമായിരുന്നു. കോളേജ് ഹോസ്റ്റലിലെ 7ാം നിലയിൽ നിന്ന് വീണ്ടും മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു. ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനി കണ്ണൂർ പെരുവളത്തുപറമ്പ് നൂർമഹലിൽ അബ്ദുൾ മജീദിന്റെയും സറീനയുടെയും മകൾ K ഫാത്തിമത്ത് ഷഹാന 21 വയസ്സ് മരിച്ചു. ശനിയാഴ്ച രാത്രി 11:30 അപകടം. ചികിത്സയിൽ കഴിയവേ ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് മരിച്ചത്. പൈപ്പുകൾ കടന്നുപോകാൻ നിർമ്മിച്ചിരുന്ന ഡക്റ്റിന് മുകളിൽ നിരത്തിയ ബലം കുറഞ്ഞ ജിപ്സം ബോർഡ് തകർന്നാണ് ഫാത്തിമത്ത് വീണത്. ഫാത്തിമത്ത് അബദ്ധത്തിൽ വീണതാണോ അതോ എന്തെങ്കിലും സാധനം കയ്യിൽ വീണുപോയതെടുക്കാൻ കൈവരി കടന്ന് ജിപ്സം ബോർഡിന് മുകളിലേക്ക് ഇറങ്ങിയതാണോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി. സാധാരണ ഡക്റ്റിലേക്ക് ഇറങ്ങേണ്ടതല്ല, അവിടെ ഒരു കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഗഡു സർക്കാർ വൈകാതെ നൽകും എന്ന ഒരു ആശ്വാസകരമായ സന്തോഷകരമായ വാർത്ത കൂടി മനോരമ പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇനി പോലീസ് ഉദ്യോഗസ്ഥനില്ല, പകരം സേനാംഗം എന്ന തലക്കെട്ടിലൊരു വാർത്തയുണ്ട്. ജെൻഡർ ന്യൂട്രൽ ആവാൻ ഉറച്ച് കേരള പോലീസ്. ഇതിന്റെ ഭാഗമായി കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകത്തിൽ മാറ്റം വരുത്തി. സേനയുടെ ഭാഗമായി പുറത്തിറങ്ങുന്നതിന്റെ മുന്നോടിയായുള്ള പരേഡിൽ ചൊല്ലുന്ന പ്രതിജ്ഞാവാചകത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിലാണ് മാറ്റം. പോലീസ് ഉദ്യോഗസ്ഥൻ എന്നത് പുരുഷനെ സൂചിപ്പിക്കുന്ന വാക്കാണെന്നും വനിതാ സേനാംഗങ്ങൾ ഇതേ പ്രതിജ്ഞ ചൊല്ലണം എന്നതുമാണ് വിവേചനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്ന് സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു എന്നതിന് പകരം പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതൊരു ആൺപ്രയോഗമായതുകൊണ്ട് പകരം അത് മാറ്റി ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്ന് മാറ്റിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ മാറുന്നു, പകരം പോലീസ് സേനാംഗം എന്ന ഒരു ജെൻഡർ ന്യൂട്രലായ പദം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്.